ബലം നോക്ക്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم إن يأجوج ومأجوج يحفرون كل يوم حتى إذا قادوا يرون شعاع الشمس قال الذي عليهم ارجعوا فسنحفر غدا فيعيد الله أشد ما كان حتى إذا بلغت مدتهم وأدرك الله أن يبعثهم على الناس حفروا حتى إذا كادوا يرون شعاع الشمس قال الذين عليهم ارجعوا فتستحفرونه غدا إن شاء الله تعالى. മഹാനായ നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഹദീസ് പൂർണ്ണമായി പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല, ഇതൊക്കെ ഉണ്ടോയെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഹദീസ് പരിപൂർണമായി ഇബ്നു മാജയിലെ ഹദീസ് കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, കേട്ടിട്ടുണ്ടാ? യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം സൂറത്തുൽ കഹ്ഫ് എടുത്ത് നോക്കിയാൽ കാണാം. എന്ന് ഓതിയപ്പോൾ അതിനകത്തുണ്ട് ഇന്ന യഅജൂജ സൂറത്തുൽ കഹ്ഫിലുണ്ട്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം ലോക അവസാനത്തിന്റെ മുന്നോടിയായിട്ട് അവർ വരും. അവരിന്നും ജീവിച്ചിരിപ്പുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ, 3 മക്കൾ, ആ മക്കളിലെ ഒരു മകന്റെ തലമുറയാണെന്ന് പറയുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ, ആ മക്കൾ 3 മക്കളാണുള്ളത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് 3 മക്കളുണ്ട്. ആ 3 മക്കളുടെ ഒരു മകന്റെ തലമുറയിലാണ്. അവിടെ നിന്ന് പറയുന്നു അന്ന റസൂലുള്ളാഹി ഇമാം അഹ്മദ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വലദ് നൂഹുൻ സലാസ സാമുൻ അബുൽ അറബ് വഹാമുൻ അബു സുദാൻ വബായിസുൻ അബു തുർക്കികൾ ആ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് പറയുന്നത്. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയോ അടച്ചിട്ടിരിക്കുകയാണ്. തുർക്കിയിലൊക്കെ നമ്മൾ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അത് വേറെ വിഷയങ്ങളാണ്. കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കാത്തത് കൊണ്ട് ഞാൻ പറയണില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം അവരിങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ലോക അവസാനത്തിൻ്റെ സമയമാകുമ്പോൾ, ലോക അവസാനിക്കുന്നതിൻ്റെ അടയാളങ്ങൾപ്പെട്ടതായി ഇവർ വരും. നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടം വേറൊരുത്തം വരത്തില്ലേ, ദജ്ജാല്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആ വിഭാഗമൊക്കെ വരുമ്പോൾ യഅജൂജ് മഅജൂജ് ഇങ്ങനെ ഒരുപാട് തെളിവുകൾ വന്നിട്ടാണ് ലോകാവസാനം വരുന്നത്. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പെട്ടതാ ദജ്ജാല് വരും. വലത് കയ്യിൽ സ്വർഗം, ഇടത് കയ്യിൽ നരകം. അല്ലാഹുവൻ എന്തുകൊണ്ട് അവൻ്റെ ശർറിൽ നിന്ന് കാക്കാൻ വേണ്ടി അത്തഹയ്യാത്തി ദുആ ചെയ്യണേ? അത്തഹയ്യാത്തിനകത്ത് നമ്മൾ ദുആ ചെയ്യുന്നു അവൻ്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം എന്തെന്നറിയോ? അവൻ്റെ വലത് കയ്യിൽ സ്വർഗം, ഇടത് കയ്യിൽ നരകം. ഖബറിൻ്റെ അകത്ത് വന്നിട്ട് എഴുന്നേക്കടാ സിറാജ് എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തി കാണിക്കും. ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യനെ വിളിച്ചുണർത്തി കാണിക്കും. അവൻ്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളൊക്കെ നമ്മൾ വിചാരിക്കും ഉസ്താദെ അവൻ വരുന്നതിന് മുമ്പേ നമ്മൾ പോത്തില്ലേന്ന്, അല്ലേ? അവൻ വരുന്നതിന് മുമ്പ് എന്താണ് പോത്തില്ലേ? അവൻ വരുന്നതിന് മുമ്പ് നമ്മൾ പോകും. പിന്നെന്തിനാ നമ്മൾ പേടിക്കണമെന്ന് ചിന്തിക്കുന്നു. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ദുആ ചെയ്തു അത്തഹയ്യാത്തിൽ, പടച്ചവനെ ദജ്ജാലിൻ്റെ ഷർറിൽ നിന്ന് കാക്കണേന്ന്. കാരണം എന്തെന്നറിയോ? ഖബറിൽ കിടക്കണവനെ ചിലപ്പം വിളിച്ചോണ്ടിട്ട് അവൻ ചോദിക്കും ഞാനാ റബ്ബ് പറയാൻ. ഖബറിൽ കിടക്കുന്നവന്, ദുനിയാവി ജീവിച്ചിരിക്കുന്നവരെ പോകട്ടെ, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനി വന്നിട്ട് ഇങ്ങനെ വിളിക്കും, ഷാജി എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കിയിട്ട് സ്വർഗവും നരകം കാണിച്ചിട്ട് ഞാനാ റബ്ബെന്ന് പറഞ്ഞ അല്ലാഹു കാക്കുമാറാകട്ടെ. അതാ അവൻ്റെ ഷർറ് അത്രയും ഷർറാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പം അങ്ങനെ ആ കാലഘട്ടത്തിലാണ് യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഈ വിഭാഗമൊക്കെ വരുന്നത്. അപ്പം ചരിത്രം പറയുകയാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യഅജൂജും മഅജൂജും എല്ലാ ദിവസവും അവർ പടച്ചവനെ, അവിടെ ഒരു തുരങ്കം, അവരെ ഒരു അണക്കെട്ട് പോലെ എന്തോ ഒന്നിനകത്ത് അല്ലാഹു അടച്ചിട്ടിരിക്കുകയാണ്.
ഇവരെന്ത് ചെയ്യും? എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്തിറക്കാൻ വേണ്ടി ഇങ്ങനെ തുരക്കും. എങ്ങനെയെങ്കിലും ഇപ്പം ജയിലിൽ നിന്നൊക്കെ 2-3 ദിവസം മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു, ഇസ്രയേലിൻ്റെ ജയിലിനകത്ത് നിന്ന് 6 സഹോദരങ്ങൾ, ജയിൽ പുള്ളികൾ കുഴിയെടുത്തിട്ട് രക്ഷപ്പെട്ടു. എവിടുന്ന? ഏറ്റവും വലിയ എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് അവർക്കുള്ളത്, അതിനകത്തുനിന്ന് പോയി. ആലോചിച്ച് നോക്കിയേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഇതിനകത്തുനിന്ന് ഈ അടച്ചിട്ടിരിക്കല്ല, അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചരിത്രം പറയുന്നത് പോയി സർവ്വതും നശിപ്പിച്ചു കളയും. വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കും, മീനൊക്കെ അങ്ങനെ കഴിയുമെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അപ്പൊ ഇവരെല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തുരക്കും. എങ്ങനെ രക്ഷപ്പെടാൻ? പുറത്തിറങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ തുരങ്കമുണ്ടാക്കും, മാന്തി ഒക്കെ റെഡിയാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ തുരന്നുകൊണ്ടിരിക്കും. സൂര്യൻ അസ്തമിക്കാൻ സമയമാകുമ്പോൾ ഇവരുടെ കൂടെ ഉള്ള ഒരാൾ പറയും, ഇന്ന് പണി നിർത്ത്, ഇനി ബാക്കി നാളെ. അങ്ങനെ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാനിങ്ങനെ വളരെ എളുപ്പത്തിൽ പറയുന്നുണ്ടെങ്കിലും ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ഇവരുടെ മേൽനോട്ടം വഹിക്കുന്ന നേതാവ് പറയും, സൂര്യൻ അസ്തമിക്കാൻ സമയമാകുമ്പോൾ പറയും, ഇന്നത്തെ പണി കഴിഞ്ഞു, ഇനി നമുക്ക് ബാക്കി നാളെ പണിയാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകും. അവിടെ നിന്ന് ആ മതിൽ പൊളിക്കുന്നതിൽ നിന്ന്, ആ തുരങ്കം പൊളിക്കുന്നതിൽ നിന്ന് ഇവരെല്ലാവരും വൈകുന്നേരമാകുമ്പോഴത്തേക്ക് തിരിച്ചു പോകും. പക്ഷെ രാവിലെ വന്ന് നോക്കുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ ആയിരിക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അതാ രാവിലെ വന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് പണി തുടങ്ങിയത് അതേ അവസ്ഥയിൽ തന്നെ എത്തി. വീണ്ടും തുറക്കും. വൈകുന്നേരമാകുമ്പോൾ ഇവരുടെ നേതാവ് പറയും, വാ പോയിട്ട് നമുക്ക് നാളെ വരാം. അങ്ങനെ പോകും. പിറ്റേ ദിവസം വരുമ്പോഴും ഇതേപോലെ തന്നെ. ഇങ്ങനെ വർഷങ്ങളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ പുറത്തിറങ്ങാത്ത. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ വർഷങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ മതിലിങ്ങനെ തുരന്നുകയാണ്. വൈകുന്നേരമാകുമ്പോ നേതാവ് പറയുന്നു, പണി നിർത്തിക്കോ, ഇനി നാളെ രാവിലെ തുടങ്ങാം. അല്ലാഹുവേ, രാവിലെ സുബഹി ബാങ്ക് വിളിച്ചു കഴിയുമ്പോ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും ആ തുരങ്കമങ്ങ് ഒരുമിക്കുകയാണ്. ഇങ്ങനെ വർഷങ്ങളായി ലോകാവസാനത്തിന്റെ സമയം അടുക്കുന്നത് വരെ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെങ്ങനാ പുറത്തിറങ്ങുന്നതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഅജൂജും മഅജൂജും എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് പുറത്തിറങ്ങുന്നതെന്നറിയുമോ? പടച്ചവനെ, ഒരു ദിവസം അതാ ഇവരെല്ലാവരും തുരങ്കം ഇങ്ങനെ തോണ്ടുകയാണ്. അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി തോണ്ടുകയാണ്. പിറ്റേ ദിവസം അവരന്ന് പണി അവസാനിപ്പിച്ചു. അന്നവർ പിരിഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ വരുമ്പോ എല്ലാ ദിവസത്തിനേക്കാളും ഒരു വ്യത്യാസം കാണുകയാ. എല്ലാ ദിവസവും പണി അവസാനിപ്പിക്കും. നാളെ രാവിലെ വന്ന് നമുക്ക് ബാക്കി പണിയാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തുരങ്കത്തിൻ്റെ പണി നിർത്തിയിട്ട് പോയിട്ട് രാവിലെ വരുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിൽ പിന്നെ ഒന്നേന്ന് തുടങ്ങും. എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തിയിട്ട് പോകും. രാവിലെ തിരിച്ചു വരുമ്പോൾ എവിടെയാണോ പണി നിർത്തിയത് അതുപോലെ അവസ്ഥയിൽ അവശേഷിക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അതാ ഹദീസ്. എവിടെയാണോ പണി നിർത്തിയത്, സാധാരണ പെയിന്റ് ഇത്രയും നല്ല പൂശി ക്ലിയർ ആക്കി വെച്ചു, എന്നിട്ട് ഇങ്ങനെ തോണ്ടി കുഴിയാക്കി, അപ്പോൾ ഇത്തിരി കൂടെ ഉണ്ട്, വാ നമുക്ക് നാളെ വരാം എന്ന് പറഞ്ഞു പോയിട്ട് രാവിലെ വരുമ്പോൾ വീണ്ടും തേച്ച് ക്ലിയറാക്കി വെച്ചിരിക്കുക. വീണ്ടും തോണ്ടും, വീണ്ടും പോകും, വീണ്ടും വരും. എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തിയിട്ട് പോയി രാവിലെ തിരിച്ചു വരുമ്പോൾ പണി നിർത്തിയതുപോലെ അന്ന് നേരെയായിട്ടില്ല. അതിൻ്റെ കാരണം എന്തെന്നറിയോ? അന്നത്തെ ദിവസം പണി നിർത്തിയിട്ട് പോകുന്ന സമയം ഇവരുടെ നേതാവ് പറയും, ഇൻഷാ അല്ലാ ബാക്കി നാളെ വന്ന് പണിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞേ? ഇൻഷാ അല്ലാ. ഖിയാമത്ത് നാൾ അടുക്കുന്നത് വരെ അത് പറയൂല. അതാ മനസ്സിലാക്കണ്ടേ. ഖിയാമത്ത് നാൾ അടുത്തു വരുന്നത് വരെ അങ്ങനെ പറയില്ല.
പക്ഷെ ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ സമയമെടുക്കുമ്പോൾ ഇവരുടെ നേതാവ് പറയും, ഇന്നത്തെ പണി നിർത്തി, ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് നാളെ വന്ന് പണിയാം. ആ ഇൻഷാ അല്ലാ പറഞ്ഞിട്ട് അവർ പോകും. പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ പണി നിർത്തിയ സ്ഥലത്ത് അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെയാണ് അവർ തോണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെയാണ് ഇൻഷാ അള്ളയുടെ പവർ. പഠിച്ചോ, അതാണ് ഇൻഷാ അള്ളയുടെ പവർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ നിസാർ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ എന്ന് പറയലല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാണ് ഇൻഷാ അല്ലാ എന്ന് പറയുന്നതിലൂടെ അല്ലാഹുവിന്റെ സഹായം അവിടെ നിന്ന് വരികയാണ്. പടച്ച റബ്ബിന്റെ സഹായം അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ യജൂജും മഅജൂജും പിന്നെയും തുരക്കുന്നു. തുരന്നവർ പടച്ചവനെ അത് പൊളിച്ചിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ